ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഇന്ന് താണ്ടി കൊതിയൂറുന്ന വില്ലനെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചക്കക്കുരു മെഴുക്കുവരട്ടിയുടെ വീഡിയോ ഇടണേ എന്ന്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇടുന്ന കേട്ടോ. അപ്പോൾ ആൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടിടുക കേട്ടോ. അങ്ങനെ ചക്കക്കുരുവൊക്കെ എടുത്ത് നന്നായിട്ട് ചീകി അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മുടെ പാത്രത്തിൻ്റെ ഉദ്ഘാടനം കൂടെ ഞാൻ ഇന്നങ്ങ് നിർവഹിക്കും കേട്ടോ. അങ്ങനെ ചക്കക്കുരുവൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി സെറ്റാക്കി നമ്മൾ അടുപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. ചക്കക്കുരുവിന് അത്യാവശ്യം നല്ല വേവ് ഉള്ളത് കൊണ്ട് കുറച്ച് തോനെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. അധികം വരുവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് ഊറ്റിക്കളയും. ഇനിയിപ്പോൾ അത് തിളച്ച് വന്നപ്പോഴത്തേനും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നമ്മൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതാണ് സ്പെഷ്യലായിട്ടുള്ളത്. കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെന്താ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മളിതൊന്ന് ചതച്ചെടുക്കും കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറിവേപ്പില നോക്കിയപ്പോൾ ഇല്ല, എന്തായാലും മുറ്റത്ത് പോയി ഞാനൊരു തണ്ട് ഒടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസമേ പറഞ്ഞിട്ടുണ്ട് അടിയിൽ നിന്ന് വേണം എടുക്കാൻ, മണ്ട ഒടിക്കരുതെന്ന് കേട്ടോ. അങ്ങനെ അതും എടുത്തിട്ട് വന്നിട്ട് നന്നായിട്ട് അങ്ങ് ചതക്കിവേ. അങ്ങനെ ഇതെന്താ ചതച്ചിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ കൂടെ കഴിക്കണമല്ലോ. അങ്ങനെ അത് ചതച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്നാണ് ഇങ്ങനെ ഉടച്ച് നോക്കുന്നത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഊറ്റി ഇങ്ങി മാറ്റാം കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം അധികം ഉണ്ടല്ലോ, അപ്പോൾ ആ ഊറ്റി വെച്ചിട്ട് വീണ്ടും ആ ഫ്രൈ പാൻ തന്നെ ഞാൻ വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ ആ ഊറ്റി വെച്ചിരിക്കുന്നതിൻ്റെ വെള്ളമൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതിപ്പോൾ ചക്കക്കുരു എടുത്ത് ഇതിലേക്ക് ഇടട്ടെ. അപ്പോൾ നല്ല എന്നുള്ളൊരു സൗണ്ടൊക്കെ വരും. നല്ല രസം കേട്ടോ ആ ഒരു സൗണ്ടൊക്കെ. അങ്ങനെ ചക്കക്കുരു തോന്നിയിരിക്കുന്ന ചക്കക്കുരു വാരി നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇടുക കേട്ടോ. അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വൈകിട്ട് എടുക്കുന്നതായതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നാളത്തേക്ക് കൊള്ളില്ലെന്നോ എന്നല്ല, നാളത്തേക്ക് അങ്ങനെ ആരും കഴിക്കത്തില്ല. അരിഞ്ഞ് വെച്ചിരിക്കും. നാളെ വേണമെന്നനുസരിച്ച് നമ്മളെടുത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ ചെയ്യാറ്. അങ്ങനെ അത് കുറേശ്ശെ പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരികയെന്ന് വിചാരിച്ചു. എന്താ കഷ്ടമല്ലേ. അങ്ങനെ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനമെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കും കേട്ടോ. ഈ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറി നല്ല ചുമന്ന കളറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇത് നല്ല കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇളക്കാനൊക്കെ ഉണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആട്ടോ. അങ്ങനെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ഇളക്കി എടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഇളക്കിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന ഉപ്പല്ല കേട്ടോ, കുറച്ച് കുരുമുളക് പൊടിയാണ്. ലാസ്റ്റായിട്ട് അതാ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്തെടുത്ത് നമ്മുടെ സൂപ്പർ മെഴുക്കുവരട്ടി ഇതാണ്ട് സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കാശിക്കൂടൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. കാശിക്കൂടൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിക്കൂടൻ പറയും ഇതിന് വല്ലാത്തൊരു ടേസ്റ്റ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.